കാലങ്ങളോളം മക്കളില്ലാതെ വിഷമിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ അതേ അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ, എൻ്റെ വയറ്റിലിതാ ഗർഭാവസ്ഥ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിന്റെ മാർഗത്തിൽ ബൈത്തുൽ മഖ്ദിസിന് ഒരു ഖാദിമാക്കി ഞാൻ നേർച്ചയാക്കി. പ്രസവിക്കാൻ സമയമെടുത്തപ്പോൾ മഹദി ചൊല്ലിയതെന്താണ്? എന്തൊരു മഹത്വമാണ് ആ ദിക്റിന് കിട്ടിയത്! ചെറിയ മഹത്വമാണോ? അല്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതൊരു കുട്ടി ജനിക്കുമ്പോഴും ആദ്യമായ ആ കുട്ടി ഒരു കരച്ചിൽ കരയുന്നത്, ആ കുട്ടിയുടെ രണ്ട് ഭാഗങ്ങളിലും ശൈത്താന് വന്നിട്ടൊരു ഞെക്കല് ഞെക്കുന്നുണ്ട്. വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും ശൈത്താനിന്റെ ഒരു സ്പർശനം വരുന്നുണ്ട്. അപ്പോഴാണ് സഹോദരങ്ങളെ കുട്ടികൾക്ക് കരച്ചിൽ വരുന്നത്. അതേ, എല്ലാ ജനിക്കുന്ന കുട്ടികൾക്കും അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇല്ലാ മറിയമ വബ്നഹാ, മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒഴികെ. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പുത്രൻ മസീഹ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമും ഒഴികെ. എന്താണ് ഈസാ നബിക്ക് വരെ കാവലായി വന്നത്? ഈസാ നബിന്റെ വല്യമ്മയാണ് ഹന്നത്ത് ബീവി. ആ ഹന്നത്ത് ബീവിക്ക് കുട്ടി ജനിക്കാറായ സമയത്ത് കുട്ടി അങ്ങ് പ്രസവിച്ച ഉടനെ തന്നെ മഹദി ചൊല്ലിപ്പോയി, വഇന്നീ ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, ഈ കുട്ടിയെയും ഈ കുട്ടിയുടെ സന്താന പരമ്പരകളെയും മിനശ്ശൈത്വാനിർ റജീം, അഭിശപ്തനായ പിശാചിന്റെ ശർറിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു.